മസ്റ്റ് ട്രൈ. 100 മുകളിൽ എന്തെങ്കിലും ഉണ്ടാവും, 1000%. അത്ര ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് എന്തായാലും ചേഞ്ച്. ഒന്ന് ചിരിക്കുമ്പോ തന്നെ ഇവിടെ കീറി പോവുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ബാം അല്ല, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. വെറും 7 ദിവസം കൊണ്ട് നമ്മുടെ ലിപ്പ് ഒന്ന് ബ്രൈറ്റൻ ചെയ്താലോ? അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് 7 days ലിപ് ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ലിപ് ലൈറ്റനിങ് ചലഞ്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോയിൽ ലിപ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ലിപ് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 7 ദിവസം യൂസ് ചെയ്യുന്നത് സെയിം സ്ക്രബും അതുപോലെ സെയിം മാസ്കും അതുപോലെ സെയിം ലിപ് ബാമും ആണ് കേട്ടോ. 7 ദിവസം ഒരേ മാസ്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ 7 ദിവസത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഫസ്റ്റ് ഡേ റെഡി ആക്കി വെക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ സ്ക്രബും മാസ്കും ഉണ്ടാക്കാന്ന് കണ്ടിട്ട് വരാം. ആദ്യം ഞാൻ സ്ക്രബാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ അരിപ്പൊടി, പിന്നെ നെയ്യാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇതിലും കൂടുതൽ എടുക്കണമെങ്കിൽ എടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പാൽപ്പാടയാണ്, അത് ഇത് മിക്സ് ചെയ്യാൻ കണക്കാക്കി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ കണക്കാക്കി എത്ര വേണമെങ്കിലും പാൽപ്പാട എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം എല്ലാം കൂടെ നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ലിപ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾ പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾ പുറമേ നിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി എടുക്കരുത്, കറക്റ്റ് മഞ്ഞൾ തന്നെ എടുക്കട്ടോ, മഞ്ഞളിന്റെ പൊടി തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസിൽ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഈ ഒരു കളറാവുന്ന വരെ ഇളക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ ആണ് ഇടുന്നത്. ഞാൻ എടുക്കുന്നത് ബ്രൂവിന്റെ കോഫി പൗഡറാണ്, ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ഇടുന്നത്. നിങ്ങളെ കയ്യിൽ ഏതാണോ കോഫി പൗഡർ ഉള്ളത് അത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചത് അത് ഒന്ന് ഫുള്ള് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങേന്റെ നീര്, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി നീരാണ്, അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തക്കാളി നീര് ഒഴിക്കാവുന്നതാണ് കേട്ടോ. എല്ലാം കൂടെ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിൽ എടുക്കുക. അപ്പൊ നമുക്ക് ഈ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ചുണ്ട് കറുക്കുന്നത് എന്നതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഒന്ന്, നിങ്ങൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കും. 2, സൺ എക്സ്പോഷർ കൊണ്ട് ഉണ്ടാവാം. 3, എന്തെങ്കിലും പ്രൊഡക്ട്സിനോട്, അതായത് ടൂത്ത് പേസ്റ്റിനോടോ ലിപ്സ്റ്റിക്കിനോടോ അങ്ങനെ എന്തിനോടെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ലിപ്പ് ഡാർക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഡാർക്ക് ആവും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടും, അത് ചിലപ്പം ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും. അപ്പൊ അതൊന്നും ഈ ഹോം റെമഡീസ് വെച്ച് കറക്റ്റ് പിങ്ക് ലിപ്സ് ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതിനൊക്കെ ശരിക്കും നിങ്ങളൊരു സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. പിന്നെ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവും, അതായത് വൈറ്റമിൻ B12, അയൺ ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്താവും ഡാർക്ക് ലിപ്സ് ഉണ്ടാവും. പിന്നെ നിങ്ങളിങ്ങനെ ചുണ്ട് കടിക്കുന്നത്, നക്കുന്നത്, അത് അങ്ങനെയും ലിപ്പ് ഡാർക്കൻ ആവും. പിന്നെ എന്താന്ന് വെച്ചാല് ശരിക്കും ലിപ്പ് കെയർ ചെയ്യാത്തത് കൊണ്ട്, ഇതുവരെ ലിപ്പ് കെയർ ഒന്നും ചെയ്യാത്തവർക്ക് ഉണ്ടാവും കേട്ടോ. അതായത് ഓവറായിട്ട് ഈ ഒരു ഡെഡ് സെൽസ്, ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അവിടെ ഡാർക്ക് ലിപ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും ലിപ് കെയർ ഒക്കെ ചെയ്യട്ടോ. അമിതമായിട്ട് കാപ്പിയും ചായയൊക്കെ കുടിക്കുന്നത് ചുണ്ട് കറക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ലിപ്പ് ഡാർക്കൺ ആവുന്നത്, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പൊ 2 മിനിറ്റ് നല്ലോണം സ്ക്രബ് ചെയ്യുക. പിന്നെ നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇനി ഒരു മാസ്ക് ഇടാം. അപ്പൊ ഈ 7 days കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല, 7 days കഴിഞ്ഞാൽ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്യണം കേട്ടോ.
ഇനി ചുണ്ടൊന്ന് തുടച്ചിട്ട് നമുക്ക് ലിപ് മാസ്ക് അപ്ലൈ ചെയ്യാം. ഒരു ദിവസം ഇടവിട്ടിട്ട് വേണം നിങ്ങൾ സ്ക്രബ് ചെയ്യാന്. സ്ക്രബ് ചെയ്യുന്ന ദിവസം മാത്രം മാസ്ക് ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പം തിങ്കളാഴ്ച ചെയ്യുകയാണെങ്കിൽ തിങ്കള്, ബുധൻ, വെള്ളി, ഞായർ, പിന്നെയും ഞായർ ചെയ്താൽ ചൊവ്വ, അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ചെയ്യാം. അത് ചെയ്യുന്ന ദിവസം സ്ക്രബ് ചെയ്തിട്ട് ഈ ഒരു മാസ്ക് ഇടാവുന്നതാണ് കേട്ടോ. സംസാരിക്കുമ്പോൾ വായിലേക്കാവും. ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നല്ല ഡ്രൈ ആയിട്ടോ കേട്ടോ. നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്ക്രബ് ഇട്ടതിനേക്കാളും സ്ക്രബ് ഇട്ട് മാസ്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് നല്ലൊരു കളറ് വന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും സ്ക്രബ് ഇട്ടതിന് ശേഷം തന്നെ മാസ്ക് ഇടുക കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും ലിപ് ബാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത് ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നിങ്ങൾ അതൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. നിങ്ങൾക്ക് കുറച്ച് ലിപ് ഡാർക്കൺ ആയതുകൊണ്ടാണോ നിങ്ങൾ ഇത് ചെയ്യാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ആ ഒരു ലിപ് ബാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാവുക. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു കുഞ്ഞി ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലിസറിൻ, ഓക്കെ, ഇതൊരു കുഞ്ഞി ബോട്ടിലാട്ടോ. അപ്പൊ ഒരു കുഞ്ഞുണ്ടെന്ന് ചെറുതുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയതാ. സാധാരണ വലിയൊരു ബോട്ടിലല്ലേ. അപ്പൊ ഇതിന് 30 രൂപയാട്ടോ. 10 ഗ്രാം ആണത്, 30 രൂപ. അപ്പൊ ഇത് എന്താണ്, ഒരു തുള്ളി മതി നമ്മുടെ ലിപ്പിലേക്ക്. അത് ധാരാളം, ഒറ്റ തുള്ളി. അപ്പൊ ഇത് വേറെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നേരത്തെ സ്ക്രബും മാസ്കും ഒന്നും ഉണ്ടാക്കി വെച്ചതുപോലെ ഇത് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കയ്യിലേക്ക്, അയ്യോ അതൊരു കുറച്ച് കൂടി പോയി, അത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഒറ്റ തുള്ളി, ഒരു തുള്ളി ഗ്ലിസറിനും ഒരു തുള്ളി റോസ് വാട്ടറും മാത്രം മതി കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്. ഒരു തുള്ളി ഗ്ലിസറിൻ, ഒരു തുള്ളി റോസ് വാട്ടർ. ഇത് കുറച്ച് ഗ്ലിസറിൻ കുറച്ച് കൂടി പോയതുകൊണ്ട് ഞാൻ 2 തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ചെറിയൊരു ചൂട് കിട്ടും അല്ലെ, നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ചെറിയൊരു ചൂട് പോലെ തോന്നും. ഓക്കെ, ഇനി നമുക്കിത് ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ലിപ്പിലേക്കുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഫേസിലേക്കുള്ളതും കൂടെ ഉണ്ടാവും. ഒരു തുള്ളി എടുത്താലും നിങ്ങളെ ഫേസിലേക്ക് തേക്കാൻ മാത്രം ഉണ്ടാവും കേട്ടോ. വേറെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കയ്യിലോ കാലിലോ ഒക്കെ തേച്ചോട്ടോ. കളിയൊന്നും വേണ്ട, നല്ലതാ. സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ലിപ്പും ബ്രൈറ്റ് ആവും, നിങ്ങളുടെ ഫേസും ബ്രൈറ്റ് ആവും കേട്ടോ. ഈ ഒരു ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ നല്ലതാണ്. നിങ്ങളുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ സ്ക്രബ് ഇട്ടു, മാസ്ക് ഇട്ടു, നല്ലൊരു അടിപൊളി ലിപ് ബാം ഇട്ടു കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതില് വേറൊന്നും മറ്റൊന്നും എടുക്കാതെ കറക്റ്റ് ഇത് ഞാൻ എടുത്ത അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ.
അപ്പം എന്താണ്, നിങ്ങൾ ഇതൊരു 7 ദിവസം യൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട്, ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു 7 days നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു എന്താണ് ഞാൻ പറഞ്ഞു, പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ബ്ലാക്ക് കളർ ഒഴിച്ച് ബാക്കി ഈ ഒരു സൺ എക്സ്പോഷർ ആണെങ്കിലും എന്തെങ്കിലും മറ്റെന്തെങ്കിലും അലർജീസ് ഒക്കെ വന്നതൊക്കെ ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ മാറും കേട്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഇനി അങ്ങനെ നിങ്ങൾക്ക് മാറുന്നില്ല, കറുപ്പ് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് മാറുന്നേ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ലൊരു സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കുക. നിങ്ങൾക്ക് ഒത്തിരി ട്രീറ്റ്മെന്റ്സുകളൊക്കെ ഉണ്ട്, നിങ്ങൾ അറിയാത്ത പല ട്രീറ്റ്മെന്റ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഒത്തിരി ക്യാഷ് ഒന്നും ആവില്ല. അപ്പം എന്താണ്, ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, കെമിക്കൽ പീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും ഒത്തിരി ക്യാഷ് ഒന്നും ആവുമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്കിത് മാറ്റിയേ പറ്റൂ. നിങ്ങളുടെ ഒരു കോൺഫിഡൻസിന്റെ ഒക്കെ ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കട്ടോ. പിന്നെ എന്നോട് 2-3 പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ബാം അല്ല, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ, വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് നിപ് കെയർ ആണ്. അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. നിപ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൻമെന്റ് അവരുടെ കയ്യിലുണ്ടാവും. ഇതിന്റെ മൂടിയൊക്കെ പോയിട്ടോ. അപ്പൊ ഇതിങ്ങനെയൊക്കെ കോലൊക്കെ ആയിപ്പോയി. ഞാൻ അത്രയും കുറേ മാസങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരികയാണ്. അതായത് ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരേക്ക് വന്ന സമയത്ത് ഇവിടെ ഭയങ്കര നല്ല തണുപ്പായിരുന്നു. അപ്പൊ എന്താണ്, വേറൊരു ക്ലൈമറ്റിലേക്ക് വന്നതാണല്ലോ. അപ്പൊ ചുണ്ട് നല്ല ക്രാക്കായി, ഭയങ്കരായിട്ട് എന്താണ്, ചുണ്ടിന്റെ മുകളിൽ വേറൊരു കട്ടിയുള്ള ഒരു തൊലി വന്നിട്ട് എന്താണ് ആയതുപോലെ ഫുൾ ക്രാക്സ്. ഓക്കെ, ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ കീറി പോവുക, അത്രയും എന്താ പറയാ ഡ്രൈ ആയി പോവുക. പിന്നെ വെച്ചാല് ഇങ്ങനെ തൊലി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ എനിക്കത് കടിക്കാണ്ട് പറ്റില്ല. അപ്പൊ ഞാൻ കടിക്കുമ്പോ അങ്ങനെ പൊട്ടും. അത്രയായിട്ട് അങ്ങനെ എത്തിപ്പോയി. അപ്പൊ എന്താണ്, ഞാനിങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തൊന്നുമല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ ഫോണില് ഈ ഒരു ക്രീമിനെ പറ്റി, ഇത് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ യൂസ് അത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, എന്റെ കയ്യിലുണ്ടായിരുന്നു. ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് നല്ലതായിട്ട് ആ ഡ്രൈനെസ് മാറി കിട്ടി. അതായത് ഇതിൻ്റെ അകത്ത് ലാനോളിൻ ആണുള്ളത്. ഇതിൻ്റെ അകത്ത് വേറെ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള കണ്ടന്റുകളൊന്നും ഇല്ല, ലാനോളിൻ ആണുള്ളത്. കാരണം അത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ എന്താണ്, നിപ്പിളില് എന്താണ് ക്രാക്സ് വരുമ്പോൾ, അത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ അറിയായിരിക്കും, നിപ്പിൾസിൽ ക്രാക്സ് വരുമ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് തേക്കുന്നത്. അപ്പം കുഞ്ഞിനും കൂടെ ദോഷമല്ലാത്ത രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കും ഇതിലുണ്ടാവുക. നിങ്ങൾക്ക് ഒരു ലിപ് ബാം തേച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് മാറ്റാവുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു ലിപ് ബാം തേച്ചിട്ടും നിങ്ങളെ ഡ്രൈനെസ് മാറുന്നില്ല. ഇപ്പൊ നമ്മുടെ എന്താണ് അറ്റ്മോസ്ഫിയർ ഭയങ്കര ചൂടോ അല്ലെങ്കിൽ ഭയങ്കര തണുപ്പോ ആണെങ്കിൽ നമ്മളെ ലിപ്പിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിനെത്രയായിരുന്നു, 100 ഇതിന് 100 രൂപയോ 120 അങ്ങനെ എത്രയോ ഉള്ളൂ കേട്ടോ. ഇതിനൊരു മെഡിസിൻസ് ഒരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഒന്നും ഇതിന്റെ സ്മെല്ല് ഇഷ്ടമായിരുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യം നടക്കണ്ടേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് അങ്ങോട്ട് യൂസ് ചെയ്തത്. ഇപ്പൊ കുറെ അഡ്ജസ്റ്റ് ആയി ഈ ഒരു സ്മെല്ലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ സ്മെല്ല് പറ്റാത്തൊരു പ്രശ്നമൊക്കെ വരുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിപ് ബാം കൊണ്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ കണ്ടത് കഴിക്കുമ്പോഴാണ്ടില്ലേ ഭയങ്കര തിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് ഇത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാനോളിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് അടങ്ങിയിട്ടുള്ള മറ്റേതെങ്കിലും ലിപ് ബാം ഉണ്ടോ എന്ന് ഫാർമസി പോയിട്ട് അന്വേഷിച്ചാൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചാലൊക്കെ മതിയാവും. അപ്പം ലാനോളിൻ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു മോയ്സ്ചറായിട്ട് ആ ഒരു ലോക്ക് ചെയ്യും നമ്മുടെ ലിപ്പിന്. അപ്പൊ അതുകൊണ്ട് ഇതാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് പറയാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ സൂം ചെയ്ത് എന്റെ ലിപ്പ് കാണിച്ചു തരാം. നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, മസ്റ്റ് ട്രൈ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും, ഉറപ്പാണ് 100%. 100ന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാവും, 1000%. അത്രയും ഉറപ്പ് തരാണ്. നിങ്ങൾക്ക് എന്തായാലും ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ തന്നെ ചീത്ത വിളിക്കാം.
അത്രയും ഞാൻ ഉറപ്പ് തരികയാണ്. ഓക്കെ, അപ്പൊ അത്രയും ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ്സിൽ പറയണം കേട്ടോ. എനിക്ക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്തായാലും കമന്റ്സ് പറയണം. ഇനി അല്ല നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത അടിപൊളി ടോപ്പിക് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.